നമസ്കാരം. US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടെന്ന വാർത്ത ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. 3 പതിറ്റാണ്ടിലേറെയായി ഇറാനെ സമസ്ത മേഖലകളിലും നിയന്ത്രിച്ചിരുന്ന ഖമേനിയുടെ മരണം രാജ്യത്തെ വലിയൊരു അധികാര ശൂന്യതയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാനിലെ മതഭരണകൂടം ഈ അപ്രതീക്ഷിത ആഘാതത്തെ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഡിസംബർ അവസാന വാരം ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര പ്രക്ഷോഭത്തിൽ ഖമേനിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ജനം തെരുവിലിറങ്ങി. ഇതോടെ ഖമേനിയെ സൈന്യത്തെ ഇറക്കി പ്രക്ഷോഭം അടിച്ചമർത്തി. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു, 7000-ഓളം പേർ തടവിലാക്കപ്പെട്ടു. ഒടുവിൽ US-ഉമായി ആണവ ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രയേലിനെ കൂട്ടുപിടിച്ച് ഇറാനെ US ആക്രമിച്ചത്. ഇതാണ് ഖമേനിയുടെയും ഉറ്റ അനുയായികളുടെയും മരണത്തിൽ കലാശിച്ചത്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 16 വിമാനങ്ങൾ കൂടിയാണ് റദ്ദാക്കിയത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു യുവാവിനെ ആക്രമിച്ചതിൽ പാപ്പാന്മാർക്കെതിരെ കേസ്. ആനപ്പാപ്പാന്മാരായ 2 പേരെ പ്രതിയാക്കി മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സ്കൂട്ടറും മിനി വാനും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. എരൂർ ഏലുമനയ്ക്കൽ പ്രണവം വീട്ടിൽ സുചിത്ര അനൂപാണ് മരിച്ചത്. യുവതിയുടെ കണ്ണുകൾ ദാനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 16 വിമാനങ്ങൾ കൂടിയാണ് റദ്ദാക്കിയത്. മസ്കറ്റിലേക്കും ജിദ്ദയിലേക്കുമുള്ള സർവീസ് റദ്ദാക്കിയിട്ടില്ല. കൊച്ചിയിലേക്കുള്ള 8 സർവീസുകളും റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് ദുബായ്, സലാല, ദോഹ, അബുദാബി, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മസ്കറ്റിലേക്കും ജിദ്ദയിലേക്കുമുള്ള സർവീസ് റദ്ദാക്കിയിട്ടില്ല. കൊച്ചിയിലേക്കുള്ള 8 സർവീസുകളും റദ്ദാക്കി. ഇന്ന് രാവിലെ 7 മണിക്കും രാത്രി 12-നും ഇടയിൽ കൊച്ചിയിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള 16 വിമാനങ്ങൾ റദ്ദാക്കി. മസ്കറ്റിലേക്കുള്ള ഒമാൻ എയർ വിമാനം രാവിലെ 8:10-നും സൗദി എയറിന്റെ ജിദ്ദ വിമാനം രാവിലെ 11:30-നും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള 17 സർവീസുകൾ റദ്ദാക്കി. അബുദാബി, ദുബായ്, ദോഹ, ദമാം, സൗദി, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. കുവൈത്ത്, ഷാർജ സർവീസുകളാണ് കൂടുതലും റദ്ദാക്കിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ അറേബ്യ, എത്തിഹാദ് എമിറേറ്റ്സ്, ഇൻഡിഗോ അടക്കം സർവീസുകൾ നിർത്തിവെച്ചു. തിരുവനന്തപുരത്ത് ടെർമിനൽ 2-വിൽ ഹെൽപ്പ് ലൈൻ കൗണ്ടറുകൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട 17 വിമാനങ്ങളും റദ്ദാക്കി. ഇതോടെ ആകെ 34 സർവീസുകളാണ് സ്തംഭിച്ചത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് ഗൾഫ് മേഖലയിലേക്ക് പുറപ്പെടേണ്ട 22 സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂരിലേക്ക് എത്താനുള്ള 21 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്ന് രാവിലെ റിയാദിലേക്കുള്ള 2 വിമാനങ്ങൾ പുറപ്പെടും. രാവിലെ 7:25-നുള്ള ഫ്ലൈനാസ് വിമാനം പുറപ്പെട്ടു. 9:45-നുള്ള സൗദി വിമാനവും പുറപ്പെടും. പശ്ചിമേഷ്യയിലെ ആക്രമണ സാഹചര്യം കണക്കിലെടുത്ത് ഇന്നലെയും വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് 2 വിമാനങ്ങൾ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 11 വിമാന സർവീസുകൾ, കരിപ്പൂർ വിമാനത്താവളത്തിൽ 4 വിമാനങ്ങൾ എന്നിവയാണ് റദ്ദാക്കിയിരിക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു യുവാവിനെ ആക്രമിച്ചതിൽ പാപ്പാന്മാർക്കെതിരെ കേസ്. ആനപ്പാപ്പാന്മാരായ 2 പേരെ പ്രതിയാക്കി മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അക്കിക്കാവ് കാർത്തികേയൻ എന്ന ആനയുടെ 1-ാം പാപ്പാനായ അവിട്ടത്തൂർ സ്വദേശി വിപിൻ, 2-ാം പാപ്പാൻ അഖിൽ എന്നിവരെ പ്രതിയാക്കിയാണ് കേസെടുത്തത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അക്കിക്കാവ് കാർത്തികേയൻ എന്ന ആനയെ നിയന്ത്രിക്കുന്നതിൽ പാപ്പാന്മാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതിനെ തുടർന്ന് ആനയിടഞ്ഞ് ആനയുടെ അടുത്തു നിൽക്കുകയായിരുന്ന അന്നമനട എരയാംകുടി സ്വദേശി തുറന്നല്ലൂർ മനയിൽ വിവേക് എന്ന യുവാവിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിലാണ് ആനപ്പാപ്പാന്മാരായ 2 പേരെ പ്രതിയാക്കി മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അക്കിക്കാവ് കാർത്തികേയൻ എന്ന ആനയുടെ 1-ാം പാപ്പാനായ അവിട്ടത്തൂർ സ്വദേശി വിപിൻ, 2-ാം പാപ്പാൻ അഖിൽ എന്നിവരെ പ്രതിയാക്കിയാണ് കേസെടുത്തത്.
2026 ഫെബ്രുവരി 26 രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിൽ കോലം എഴുന്നള്ളിക്കുന്ന ചടങ്ങിനിടെ കോലം ആനപ്പുറത്തേക്ക് നൽകുകയായിരുന്ന യുവാവിനെയാണ് ആന പെട്ടെന്ന് തുമ്പിക്കൈ കൊണ്ട് കാലിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചെറിഞ്ഞത്. നിലത്ത് വീണ യുവാവിന് മുഖത്തെ എല്ലുപൊട്ടിയും മറ്റും ഗുരുതര പരിക്കേറ്റു. യുവാവ് ചികിത്സയിൽ തുടരുകയാണ്. മീഡിയ ടൈം, മാള. സ്കൂട്ടറും മിനിവാനും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. എരൂർ ഏലുമനയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം പള്ളിച്ചക്കാല റോഡിലെ പ്രണവം വീട്ടിൽ സുചിത്ര അനൂപാണ് മരിച്ചത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. യുവതിയുടെ കണ്ണുകൾ ദാനം ചെയ്തു. ABT കമ്പനിയിലെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്നു സുചിത്ര. ഇന്നലെ രാവിലെ ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു അപകടം. നിറയെ സ്കൂൾ കുട്ടികളുമായി വന്ന മിനി വാൻ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സുചിത്ര സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കൂട്ടറിൽ നിന്ന് സുചിത്ര തെറിച്ച് റോഡിലേക്ക് വീണു. ഇവർക്ക് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. VR സുനിൽകുമാർ MLA നയിക്കുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലം വികസന മുന്നേറ്റ ജാഥ പുത്തഞ്ചിറ വെള്ളൂരിൽ സമാപിച്ചു. TN വേണുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 26 അന്നമനടയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഇന്നലെ 3ാം ദിവസ പര്യടനം പൂർത്തിയാക്കി സമാപിക്കുകയായിരുന്നു. ജനങ്ങളുടെ ജീവിത പുരോഗതിയും ജനങ്ങളുമായി സംവദിക്കുന്നതിന്, ചർച്ച ചെയ്യുന്നതിന്, അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജാഥകളെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ MLA ആയി സാരഥിയായി തുടരുന്നത് സഖാവ് VR സുനിൽകുമാറാണ്. 10 വർഷമായി നമ്മുടെ കേരളം ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയ നിരവധിയായ വികസന പ്രവർത്തനങ്ങളുണ്ട്, ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം നാടിന്റെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്, പ്രതിച്ഛായ ഉയർത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു. കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഫെബ്രുവരി 26 അന്നമനടയിൽ നിന്ന് ആരംഭിച്ച ജാഥ 3ാം ദിവസം രാവിലെ മേത്തല ജീവൻ നഗറിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ അഞ്ചപ്പാലം, അരാക്കുളം, ആനാപ്പുഴ, കാവിൽക്കടവ്, ചാപ്പാറ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. കഴിഞ്ഞ 10 വർഷക്കാലം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടന്ന ജാഥയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വൈസ് ക്യാപ്റ്റൻ M രാജേഷ്, PP സുഭാഷ്, MR അപ്പുക്കുട്ടൻ, മുസ്താഖ് അലി, വേണു വെണ്ണറ, റഹീം പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KV വസന്തകുമാർ, PK ഡേവിസ്, MR അപ്പുക്കുട്ടൻ, VN രാജേഷ്, KV സുജിത് ലാൽ, M രാജേഷ്, TK സന്തോഷ്, VK റാഫി എന്നിവർ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് VR സുനിൽകുമാർ MLA കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. 10 വർഷക്കാലം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളും 10 വർഷക്കാലമായിട്ട് അതേ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുവാനും അവരെ ബുദ്ധിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ജാഥയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 26-ാം തീയതി വൈകിട്ട് സഖാവ് KV അബ്ദുൽ ഖാദർ CPMന്റെ ജില്ലാ സെക്രട്ടറി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായിട്ടുള്ള നേതാവ് ഉദ്ഘാടനം നിർവഹിച്ച ജാഥ ഇന്നിവിടെ സമാപിക്കുകയാണ്. മീഡിയ ടൈം, മാള. പൊയ്യ ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ ചുള്ളൂർ കൗസ്തുഭമുദ്ര പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. പമ്പുമേക്കാട് ശ്രീധരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പുരസ്കാര സമർപ്പണം നടത്തി. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേ പച്ചൻജോസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി കിഴക്കിനിയേടത്ത് മേക്കാട്ട് ഗോതൻ നമ്പൂതിരിപ്പാട്, വാർഡ് മെമ്പർ ഗിരിജ വാമനൻ, ട്രസ്റ്റ് പ്രസിഡന്റ് KN വിഷ്ണു നമ്പൂതിരി, ട്രസ്റ്റ് സെക്രട്ടറി CD മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പാട്ട് ഒന്ന് രാജഹംസം എന്നുള്ള പാട്ടാണ്.
ഈ രാജാംസം ഏഷ്യനെ പറ്റിയുള്ള നാഥനെ കുറിച്ചുള്ള പാട്ടാണ്. എനിക്ക് എല്ലാ പുണ്യ അതുപോലെ മുസ്ലിം ഭക്തിഗാനങ്ങളും ധാരാളം കഴിഞ്ഞു. ഭഗവാനെ സ്പർശമില്ലാത്ത എൻ്റെ സിനിമ പാട്ടുകൾ വളരെ കുറവായിരിക്കും. ദേവദുന്ദുഭി അമ്മയുടെ ശരിക്കുള്ള ഗാനമാണ്, ആദ്യത്തെ ഗാനം. എൻ്റെ പ്രബോധനത്തിൽ പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവി രാമായണവും ഒരു ചരണം പിന്നെ ഭാഗവതമാണ്. യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ, അത് കണ്ണനാണ്. സരയൂരിൽ ചൊടുകുഴിനീർക്കണമായി ഒഴുകിയ ഞാൻ, അത് രാമദേവനാണ്. അതാണ് എന്തിലും ആ ഒരു സ്പർശം കൊടുക്കാവുന്നത് എൻ്റെ ഒരു അറിയാതെ വരുന്ന സംഭവമാണ്. ഞാൻ ആരാധിക്കുന്ന ഏറ്റവും വലിയ വൃത്താന്തൻ അത് പിന്നെ സാക്ഷാൽ ശ്രീരാമകൃഷ്ണ ദേവനാണ്. പട്ടേപ്പാടം കുതിരത്തടം റോഡിൽ വൻതോതിൽ ഡീസൽ ചോർച്ച. ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴും വിധമാണ് വാഹനത്തിൽ നിന്നും ഇന്ധന ചോർച്ച ഉണ്ടായത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും അഗ്നിസുരക്ഷാ സേനയെത്തി റോഡിലെ ഇന്ധനം തൂത്തുമാറ്റി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 16 വിമാനങ്ങൾ കൂടിയാണ് റദ്ദാക്കിയത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു യുവാവിനെ ആക്രമിച്ചതിൽ പാപ്പാന്മാർക്കെതിരെ കേസ്. ആനപ്പാപ്പാന്മാരായ 2 പേരെ പ്രതിയാക്കി മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സ്കൂട്ടറും മിനി വാനും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. എരൂർ ഏലുമനയ്ക്കൽ പ്രണവം വീട്ടിൽ സുചിത്ര അനൂപാണ് മരിച്ചത്. യുവതിയുടെ കണ്ണുകൾ ദാനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.